വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും എന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും വലിയ കരുണ ചൊരിയണമേ. ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിലും ഞങ്ങളുടെ വേദനകളിലും തമ്പുരാനെ അങ്ങയുടെ വലത് കരത്തിൻ്റെ അനുഗ്രഹവും ശക്തിയും പ്രകടമാക്കണമേ. ഈശോയെ, ഈ വചനം ശ്രവിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അഭിഷേകമായി മാറട്ടെ, സൗഖ്യമായി മാറട്ടെ, വലിയ വിടുതലും സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് ഏശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. സ്നേഹമുള്ളവരെ, യേശു പത്രോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ് നമ്മൾ വായിച്ചത്. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ ഇതുപോലെ ഒരുപാട് പേരുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നത് നാം കാണും. താൻ സ്നേഹിച്ചിരുന്നവരുടെ, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ ഒക്കെ കുടുംബാംഗങ്ങളെ കൂടി അവിടുന്ന് ഏറെ പരിഗണിച്ചിരുന്നു. നമുക്കറിയാം, ഇവിടെ ആരും ഇതിനു വേണ്ടി യേശുവിനെ പ്രേരിപ്പിക്കുന്നില്ല. പത്രോസ് പോലും തൻ്റെ കുടുംബത്തിലേക്ക് തമ്പുരാനെ ക്ഷണിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. മറിച്ച് യേശു സ്വയം അവിടേക്ക് ചെല്ലുകയാണ്. നമുക്കറിയാം, ചെല്ലുമ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഉടനെ യേശു അവളെ സ്പർശിച്ചു, സൗഖ്യം കൊടുത്തു. ആ ഒരു വചനവും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. കാരണം ദൈവം നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ, ദൈവം നമ്മെ സ്പർശിക്കുമ്പോൾ എന്തൊക്കെ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം വിട്ടുമാറും. ഒരുപക്ഷെ ശാരീരികമായ രോഗങ്ങളാകാം, മനസ്സിൻ്റെ ഭാരങ്ങളാകാം, അതെല്ലാം തമ്പുരാൻ എടുത്തു മാറ്റും. കൂടാതെ ഇവിടെ പത്രോസിൻ്റെ ഭവനം വലിയ അനുഗ്രഹങ്ങളുടെ ഒരു ഇടമാക്കി ദൈവം രൂപപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നാം കാണുക. സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. വന്നവർക്കെല്ലാം ഈശോ കൃപ നൽകി സൗഖ്യം നൽകിയാണ് പറഞ്ഞയക്കുക. ഇതിനെല്ലാം ഒരു കാരണമെന്ന് പറയുന്നത് പത്രോസിന് യേശുവിനോട് ഉണ്ടായിരുന്ന അടുപ്പം, അതുപോലെ യേശുവിന് പത്രോസിനോടുണ്ടായിരുന്ന ആഴമായ ആ ഒരു സ്നേഹം. അതാണ് ഈ കാര്യങ്ങളിലേക്കെല്ലാം വഴിവെക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കുന്നത്, കൃപ ലഭിക്കുന്നത് നമുക്ക് മാത്രമല്ല എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ നാം കാണുക. മറിച്ച് നമ്മോട് ചേർന്ന് നിൽക്കുന്നവരും നമ്മുടെ കുടുംബവും ദൈവം അനുഗ്രഹിക്കും. തൊട്ടടുത്ത അധ്യായം, മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 9 മുതലുള്ള വചനഭാഗം മറ്റൊരു കാര്യം നമ്മോട് പറയും. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു.
യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു തൻ്റെ ശിഷ്യഗണത്തിലേക്ക് മത്തായിയെ വിളിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വചനം പറയുക. പിന്നീട് എന്ത് സംഭവിച്ചു? യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. പരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഈ ഒരു മനുഷ്യനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിച്ചിട്ട് തന്നെ അനുഗമിക്കാനായി ക്ഷണിച്ചിട്ട് യേശു ഉടനടി ചെയ്യുന്ന ഒരു കാര്യം അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ്. ഈ വിളിച്ചു ചേർത്തവനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ്റെ ഭവനത്തിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ മനുഷ്യന് ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് പോരായ്മകളും ബലഹീനതകളുമുണ്ട്. ഒരു പക്ഷേ ചുറ്റുമുള്ള മനുഷ്യർക്കൊന്നും ഇദ്ദേഹത്തോട് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണല്ലോ അവർ ചോദിക്കുക, എന്തുകൊണ്ടാണ് ചുങ്കക്കാരോടും പാപികളോടും കൂടെ നിങ്ങളുടെ ഗുരു ഭക്ഷിക്കുന്നത്? പ്രിയമുള്ളവരെ, പക്ഷേ യേശു അതൊന്നും ഗൗനിക്കുന്നില്ല. ഇവരോടുള്ള മത്തായിയോടുള്ള സ്നേഹം ആ കുടുംബത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നാം കാണുക. അതുകൊണ്ട് ഒരു പക്ഷേ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നാം തനിച്ചായിരിക്കും. ഏതെങ്കിലും ഒരു ധ്യാനത്തിന് പോകുന്നത് നാം തനിച്ചായിരിക്കും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഒരു പക്ഷേ നാം തനിച്ചായിരിക്കും. എങ്കിലും തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം നമ്മെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ തന്നെ ഇങ്ങനൊരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. സാമൂവേലിൻ്റെ 2-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 18-ാം തിരുവചനം. അവിടെ ദാവീദിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുക. സാമൂവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്ക് എത്ര നിസാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതിലധികമായി അടിയന് അങ്ങയോട് എന്തു പറയാനാവും? ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വാഗ്ദാനവും ഹിതവും അനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിന് ഈ വൻ കാര്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയിരിക്കുന്നുവല്ലോ. നോക്കുക, ദാവീദ് എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം പറയുന്നു, ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? തനിക്ക് മാത്രം ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതും സൂചിപ്പിക്കുന്നതും, മറിച്ച് തൻ്റെ കുടുംബത്തെയും ദൈവം ഒരുപാട് കൃപയിൽ നിലനിർത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കും. ഇപ്പോഴൊരു പക്ഷേ നിങ്ങൾ ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ നിങ്ങളിലൂടെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. ലൂക്കാസ് വിശേഷത്തിൻ്റെ 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനഭാഗം നമുക്ക് ഏറെ പരിചയമുള്ള, നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ള ഒന്നാണ്. അവിടെ പറയുന്നത് സക്കേവൂസിനെ കുറിച്ചാണ്. ഒരു പക്ഷേ യേശു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ഈ മനുഷ്യനെക്കുറിച്ചായിരിക്കും. കാരണം അവനിലൂടെ തമ്പുരാൻ ആ ഭവനത്തെ, ആ കുടുംബത്തെ ഒരുപാട് അനുഗ്രഹിച്ചു. നമുക്കറിയാം, സക്കേവൂസ് ഒത്തിരി കുറവുകളുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ യേശുവിനെ കാണണം, യേശുവിനെ അനുഭവിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം അവൻ്റെ ഉള്ളിൽ നിലനിന്നു. അതിനുവേണ്ടി ഇവൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, വചനം പറയുന്നത് പ്രകാരമാണ്, അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. കയ്യിൽ ഈ ലോകം നൽകുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഒരു പക്ഷേ വേണ്ടുവോളമുണ്ട്, ധനമുണ്ട്, മറ്റ് സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ടും അവന് യേശുവിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ഉള്ളിലുള്ള ഒരു ശൂന്യത, ഉള്ളിലുള്ള ചില നിരാശ, അതൊക്കെ ആയിരിക്കാം യേശുവിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് ഇവനെ നയിച്ചത്. മറ്റുള്ള പലരും
തമ്പുരാനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇവൻ ശ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് നേരിൽ കാണണം എന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് സക്കേവൂസ് ചെയ്യുന്നത് പ്രകാരമാണ്. ജനക്കൂട്ടത്തിന് മുൻപേ ഓടി സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. കാരണം പൊക്കക്കുറവുണ്ടായിരുന്നത് കൊണ്ട് ഇവരുടെ എല്ലാം ഒപ്പം നിന്നാൽ തമ്പുരാനെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പ് ആ മനുഷ്യനുണ്ടായിരുന്നു. യേശു അവിടെ വന്ന് മുകളിലേക്ക് നോക്കിയിട്ട് പറയുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായം 5-ാം തിരുവചനമാണ്. വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. തൊട്ടടുത്ത് വചനം ഇങ്ങനെ കുറിക്കുന്നു: ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കേവൂസ് യേശുവിനെ ഒന്ന് കാണണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, തമ്പുരാൻ കൊടുക്കുന്നത് ഇരട്ടി അനുഗ്രഹമാണ്. അവിടുന്ന് പറയുന്നു, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ വസിക്കണം. യേശു ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചുറ്റുമുള്ളവരെല്ലാം പലതും പറയുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ കുറവുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവൻ പാപിയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവരെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും യേശു ഗൗനിക്കുന്നില്ല. അവൻ്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ വെച്ച് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വരികയാണ്. അയാൾ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കും. സ്നേഹമുള്ളവരെ, ആ മനുഷ്യൻ തൻ്റെ കൈവശം ഉണ്ടായിരുന്നതെല്ലാം വേണ്ടെന്ന് വയ്ക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഒരു കാരണമേ ഉള്ളൂ. അവൻ്റെ മുന്നിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ളൊരു ബലമെന്ന് പറയുന്നത് തമ്പുരാനാണ്. ഇനി അവൻ്റെ മുന്നിൽ ഉയരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമെന്ന് പറയുന്നത് യേശു സാന്നിധ്യമാണ്. അപ്പോൾ യേശു സക്കേവൂസിനോട് പറയുന്നത് ഇങ്ങനെയാണ്. 19-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം: ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നോക്കുക, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു. സക്കേവൂസ് ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച് അതിനായിട്ട് ഇത്രയൊക്കെ പരിശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, അവന് ലഭിക്കുന്ന ഉത്തരം, അനുഗ്രഹം ഇങ്ങനെയാണ്: കുടുംബം മുഴുവൻ കൃപയിൽ ദൈവം എടുത്തുയർത്തുന്നു. ഇതുതന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കും. ദൈവത്തെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തെ അനുഭവിക്കാനായിട്ട് അധ്വാനിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, തമ്പുരാൻ നാം ഓരോരുത്തരോടും പറയും: ഇന്ന് നിൻ്റെ ഭവനത്തിന്, നിൻ്റെ കുടുംബത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഒക്കെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം നമ്മെ ഒരു ഉപകരണമാക്കി മാറ്റും. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒരുപക്ഷെ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കും. അത് തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 16-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനം നമുക്കെല്ലാം പരിചിതമായ ഒരു വചനമാണല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് ഉറപ്പാണ്. വചനം ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിൽ എത്ര വലിയ തകർച്ചയിലൂടെയും ആകട്ടെ നിൻ്റെ കുടുംബം കടന്നു പോകുന്നത് ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വിശ്വസ്തയോടുകൂടി നീ തമ്പുരാനോട് ചേർന്ന് നിൽക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ട ഒരു കാര്യം. കുറേ നാളുകൾക്ക് മുൻപ് ഇവിടെ ധ്യാനത്തിനായിട്ട് വന്ന ഒരു സഹോദരി ഓർക്കുകയാണ്. അവർ ഇവിടെ 2ാമത്തെ ധ്യാനം കൂടാൻ വന്നതാണ്. ആദ്യത്തെ ധ്യാനത്തിലുണ്ടായ ഒരു അനുഭവം അവർ പങ്കുവച്ചു. ഏറെ സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കുകയായിരുന്നു. 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്. ഭർത്താവിന് തന്നോട് വലിയ സ്നേഹമാണ് എന്നാണ് അവർ കരുതിയത്. പ്രിയമുള്ളവരെ, അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു ദിവസം അറിഞ്ഞു, ഈ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് അരുതാത്ത അശുദ്ധമായ ഒരു ബന്ധമുണ്ട്. ഇവരാകെ തകർന്നുപോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഉറപ്പായും ഇനി ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് ആദ്യം മനസ്സ് പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനമാണ് ആദ്യം എടുത്തത്. പക്ഷേ എങ്കിലും ഒരു ധ്യാനത്തിന് പോകാം, ആ ധ്യാനത്തിന് പോയിട്ട് തീരുമാനിക്കാം എന്ന് കരുതി ഇവിടേക്ക് വന്നു.
അങ്ങനെ ധ്യാനം കൂടുമ്പോൾ, തകർന്ന ഹൃദയവുമായിട്ട് തമ്പുരാൻ്റെ മുൻപിലിരിക്കുമ്പോൾ അവർക്കൊരു വചനം ലഭിച്ചു. വചനം ഇതാണ്, സഖറിയായുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം 8-ാം തിരുവചനം. നിങ്ങളെ സ്പർശിക്കുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ വചനം അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. അവരുടെ തകർച്ചകളിൽ, ദുഃഖത്തിലേക്ക് ഈ വചനം കടന്നു ചെല്ലുകയാണ്. വലിയ ആശ്വാസം ലഭിച്ചു. എന്നിട്ട് ആ സഹോദരി എങ്ങനെയാണ് പറയുക? അച്ഛാ, അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൽ നിന്നും പിരിഞ്ഞു പോകില്ല, മറിച്ച് ആ മനുഷ്യന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് ആ ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോയതാണ്. ഞാൻ പറഞ്ഞു, 2-ാമത്തെ ധ്യാനത്തിനായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ തുടർച്ചയായിട്ട് ഈ വചനം വെച്ച്, വിശുദ്ധ ഗ്രന്ഥം വായിച്ച് എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്നിരിക്കുന്നത് തനിച്ചല്ല, മറിച്ച് എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ഒപ്പമാണ്. ദൈവം അദ്ദേഹത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒരുപാട് അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മോട് പറയുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വിശ്വസ്തയോടുകൂടി നിൽക്കുമ്പോൾ, തമ്പുരാൻ്റെ വചനത്തെ സ്നേഹിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം നാം വഴിയായി നമ്മുടെ കുടുംബത്തെ ഒരുപാട് അനുഗ്രഹിക്കും. ഒരുപക്ഷെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം തമ്പുരാൻ അനുഗ്രഹമാക്കി മാറ്റും. പത്രോസിൻ്റെ ഭവനത്തിൽ സംഭവിച്ചതുപോലെ നിന്റെ കുടുംബം അനുഗ്രഹത്തിൻ്റെ ഇടമായി മാറണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ മതി. മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. സ്നേഹമുള്ളവരെ, അവിടെ സംഭവിക്കുന്നത് പൗലോസിൻ്റെയും സീലാസിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇവർ യേശുവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയാണ്. കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഇവർക്ക് പറയാനുള്ളത് യേശുവിനെക്കുറിച്ച് മാത്രമാണ്. അങ്ങനെ വചനം പ്രഘോഷിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർ ഇവരുടെ മേൽ ചില കുറ്റങ്ങൾ ചുമത്തി. അധികാരികൾ ഇവരെ ബന്ധിച്ചു, ഒരുപാട് പ്രഹരിച്ചു, എന്നിട്ട് തടവറയിലാക്കുകയാണ്. അങ്ങനെ തടവറയിൽ കഴിയുമ്പോൾ ഇവരൊരു കാര്യം തീരുമാനിക്കുന്നു, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ജീവിതത്തിൽ തമ്പുരാൻ നൽകിയിട്ടുള്ള എല്ലാ സഹനങ്ങളെയും പ്രതി, തങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാ ക്ലേശങ്ങളെയും പ്രതി ദൈവത്തെ സ്തുതിക്കും. അത് സംഭവിക്കുന്നത് അർദ്ധരാത്രിയിലാണ്. അതും ഒരു പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെ, കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ഇത്രയധികം ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന മനുഷ്യർ വിശ്രമിക്കേണ്ട സമയത്ത് ചെയ്തൊരു കാര്യമാണ്. അർദ്ധരാത്രിയോടടുത്ത് അവർ കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചു. അവിടെ സംഭവിക്കുന്നത് വലിയൊരു അത്ഭുതമാണ്. നമുക്കറിയാം, വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി, വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു, ചങ്ങലകൾ, അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് അവരെല്ലാം പ്രവേശിക്കുകയാണ്. അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അത് ശ്രവിച്ച മറ്റ് തടവുകാരുണ്ട്. അവർക്ക് പോലും ദൈവം നൽകി വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്നവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈ കാവൽക്കാരൻ തൻ്റെ ഉത്തരവാദിത്വത്തിൽ, തൻ്റെ ദൗത്യത്തിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ജീവൻ അവസാനിപ്പിക്കാൻ പോവുകയായിരുന്നു. ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുകയായിരുന്നു. പക്ഷേ പൗലോസ് ആ മനുഷ്യനെ തടഞ്ഞു. ഞങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്, യാതൊരു വിധത്തിലും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വിലക്കുകയാണ്. ഉടനെ അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ കൊടുക്കുന്ന മറുപടി അതാണ് നമ്മൾ ആദ്യം ശ്രവിച്ച ആ വചനം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ മാത്രം രക്ഷ പ്രാപിക്കും എന്നല്ല പൗലോസ് പറഞ്ഞത്, മറിച്ച് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നീട് നമ്മളിങ്ങനെ വായിക്കും, അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. നോക്കുക, പൗലോസും സീലാസും ആ കുടുംബത്തിലുള്ളവരോട് മുഴുവൻ വചനം പങ്കുവയ്ക്കുകയാണ്. അതിന് കാരണം ഈ മനുഷ്യനാണ്, ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനാണ്. ആ കുടുംബം മുഴുവൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്, ദൈവത്തെ അനുഭവിക്കുകയാണ്. അതിൻ്റെ കാരണം ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ആ കുടുംബാംഗങ്ങളെല്ലാം അത്യന്തം സന്തോഷിച്ചു. മറ്റൊന്നും അവിടെ കാരണമായിട്ട് പറയുന്നില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവരെല്ലാം അത്യന്തം സന്തോഷിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, വചനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒക്കെ എന്തു സംഭവിക്കും? നമ്മുടെ കുടുംബം മുഴുവൻ സന്തോഷിക്കും. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 20-ാം തിരുവചനം നമുക്കറിയാം. വചനം ഇതാണ്: നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമാണത്. നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും. അതിന് തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ഉപകരണങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ അനുവദിക്കാം. പത്രോസ് തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ അനുഗ്രഹത്തിൻ്റെ വഴിയായി മാറി. അതുപോലെ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന മത്തായി ആ ഭവനത്തിലുള്ളവർക്ക് മുഴുവൻ അനുഗ്രഹത്തിൻ്റെ ഒരു കാരണമായി മാറി. സക്കേവൂസിൻ്റെ ഭവനം മുഴുവൻ അവൻ വഴിയായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഇതാ ഇപ്പോൾ ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനും അവൻ്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹവും കൃപയും എത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ഉറപ്പായിട്ടും ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ വഴിയായിട്ട് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.